ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. കപ്പയും നെത്തോലി മീനും പച്ചമാങ്ങയും കൂടി ചേർത്ത ഒരു അടിപൊളി കപ്പ നെത്തോലി അവിയലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കപ്പ 1 കിലോ വേവിച്ചത്, പച്ചമാങ്ങ ഒരെണ്ണം, ചെറുള്ളി 250 ഗ്രാം, നെത്തോലി മീൻ 500 ഗ്രാം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, പച്ചമുളക് 4 എണ്ണം, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, കുടംപുളി 2 കഷ്ണം, കടുക് ആവശ്യത്തിന്, ഉലുവ 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില തുടങ്ങിയവ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ടിനി ചെറുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിനി 1/2 ലിറ്റർ വെള്ളം ചേർത്ത് അടച്ച് വെച്ച് 5 മിനിറ്റോളം വേവിക്കാം. ഇതിലോട്ടിനി നെത്തോലി മീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടിനി പച്ചമാങ്ങയും വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് അടച്ച് വെച്ച് 5 മിനിറ്റോളം വേവിക്കാം. ഇത് നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് അടച്ച് വെച്ച് 2 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ നെത്തോലി അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. Until then, stay safe and take care.